തുള്ളി പോലും എണ്ണയോ നെയ്യോ ചേർക്കാതെ നിങ്ങൾ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടോ? എന്നാൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒട്ടും തന്നെ ടേസ്റ്റ് കുറയാത്ത രീതിയിലാണ് എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 800 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 സവാള ഇതുപോലെ നല്ല തിന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 തക്കാളി മുറിച്ചെടുത്തതും, ഇനി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ പുതിനയില അരിഞ്ഞതും, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതുപോലെ ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 5 പച്ചമുളകും പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി അല്ലിയും, അത് നമ്മുടെ എടുക്കുന്ന വെളുത്തുള്ളി അല്ലിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടോ. പിന്നെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ ഒരു 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാലയിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, സാജീരകം, തക്കോലം അങ്ങനെയുള്ള നമ്മൾ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിക്കണം. ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വെക്കാം കേട്ടോ. എത്രയും സമയം വെക്കുന്നത് നല്ലതാണ്. ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. ഇനി ഇതാ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/3 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയും നെയ്യും ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇതിന് ടേസ്റ്റ് ഒട്ടും കുറയൂല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒരൊറ്റ വിസിൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ പാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം നമുക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി വേറൊരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്കും നമ്മൾ എണ്ണയും നെയ്യും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ആ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് അരി വെച്ചിട്ടാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണി മസാലയിലേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ റൈസിനും കൂടെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളത്തിൽ ഉപ്പ്. എന്നാലേ ഉള്ളൂ ആ ഒരു റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവുള്ളൂ അതിൽ. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം, കൈമ റൈസ്. പിന്നെ ഓരോ അരിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള അരി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ അങ്ങ് വറ്റി വന്നാൽ ഇതിലേക്കും നമുക്കൊരു 1/3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഇതിലേക്കും എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസിൽ കൂടെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനോ കട്ട പിടിക്കാതിരിക്കാനോ ഒക്കെ ആദ്യം നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്താൽ റൈസ് എല്ലാം ഒട്ടാതെ നമുക്ക് വേറിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ അങ്ങ് അടച്ച് വെക്കാം. ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഇതിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി ഇതുപോലെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, മസാല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതിൽ കുക്കറിലാവുമ്പോൾ കുറച്ച് വെള്ളം മതി കേട്ടോ. ബാക്കി വെള്ളം ഉണ്ടായിരുന്നത് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് ബിരിയാണി ഈ ഒരു കുക്കർ തുറക്കുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള എണ്ണയും നെയ്യും ഒന്നും ഇല്ലാത്ത ഹെൽത്തി ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബിരിയാണി റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്